നമസ്കാരം. യൂറോപ്പിലെ വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന യൂറോ കപ്പും തെക്കേ അമേരിക്കയിലെ കരുത്തുറ്റ ടീമുകൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന കോപ്പ അമേരിക്കയും കഴിഞ്ഞാൽ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ പോരാട്ടമുണ്ട്. അതാണ് ഫൈനലിസിമ. യൂറോപ്യൻ ചാമ്പ്യന്മാരും തെക്കേ അമേരിക്കൻ ചാമ്പ്യന്മാരും നേർക്കുനേർ വരുന്ന ഈ മത്സരം ഫുട്ബോൾ ആരാധകർക്ക് നൽകുന്ന ആവേശം വളരെ വലുതാണ്. എന്നാൽ ഈ ടൂർണമെൻറ്റിന് പിന്നിൽ എന്താണുള്ളത്? ഇത് പെട്ടെന്നുണ്ടായ ഒരു മത്സരമാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ടോ? ഒന്ന് പരിശോധിക്കാം. ഫൈനലിസിമയുടെ വേരുകൾ കിടക്കുന്നത് 1980കളിലാണ്. യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫയും തെക്കേ അമേരിക്കൻ ഫുട്ബോൾ ഭരണസമിതിയായ കോൺമെബോളും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച ഈ മത്സരത്തിന് ആദ്യം നൽകിയ പേര് ആർടെമിയോ ഫ്രാഞ്ചി ട്രോഫി എന്നായിരുന്നു. 1985 ആദ്യ മത്സരത്തിൽ അന്നത്തെ യൂറോ കപ്പ് വിജയികളായ ഫ്രാൻസും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ ഉറുഗ്വേയും തമ്മിലായിരുന്നു ആദ്യ പോരാട്ടം. ആ മത്സരത്തിൽ ഫ്രാൻസ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഉറുഗ്വേയെ പരാജയപ്പെടുത്തി കന്നി കിരീടം ചൂടി. 1993 നടന്ന രണ്ടാം മത്സരത്തിൽ അർജന്റീനയും ഡെൻമാർക്കും തമ്മിൽ ഏറ്റുമുട്ടി. ഡീഗോ മറഡോണ നയിച്ച അർജന്റീന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഡെൻമാർക്കിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി. എന്നാൽ പിന്നീട് വിവിധ കാരണങ്ങളാൽ ഈ മത്സരം റദ്ദാക്കപ്പെട്ടു. ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം 2020 യുവേഫയും കോൺമെബോളും വീണ്ടും കൈകോർത്തു. ഇരു വൻകരകളിലെയും ചാമ്പ്യന്മാർ തമ്മിലുള്ള ഈ പോരാട്ടം പുനരാരംഭിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഗ്രാൻഡ് ഫൈനൽ എന്നർത്ഥം വരുന്ന ഫൈനലിസിമ എന്ന പേരിൽ 2022 ജൂൺ 1 മത്സരം പുനഃസ്ഥാപിക്കപ്പെട്ടത്. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരത്തിൽ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോ കപ്പ് വിജയികളായ ഇറ്റലിയെ നേരിട്ടു. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ അർജന്റീന അന്ന് 1-3 ഗോളുകൾക്ക് ഇറ്റലിയെ തകർത്ത് ഫൈനലിസിമ കിരീടം സ്വന്തമാക്കി. ഇനി വരാനിരിക്കുന്ന അടുത്ത ഫൈനലിസിമയെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത്. 2024 യൂറോ കപ്പ് നേടിയ സ്പെയിനും 2024 കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലായിരിക്കണം അടുത്ത ഫൈനലിസിമയിൽ ഏറ്റുമുട്ടേണ്ടത്. ലോക ഫുട്ബോളിലെ പുതിയ യുവതാരങ്ങളുടെ കരുത്തായ സ്പെയിനും ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളുടെ അർജന്റീനയും തമ്മിൽ കളിക്കളത്തിൽ കണ്ടുമുട്ടുമ്പോൾ അത് തീർച്ചയായും ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിരിക്കും. എങ്കിലും മത്സരത്തിൻ്റെ കൃത്യമായ തീയതിയും വേദിയും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല.